Success is a journey, not a destination. Welcoming you all to the new video of Current Affairs on behalf of Success Academy. This is Safna with some fresh news. So, എന്തൊക്കെയാണ് ഇന്നത്തെ fresh news എന്ന് നമുക്ക് നോക്കാം. So, the first question goes like this. Which state approves construction of state's first deep sea port? ഏത് സംസ്ഥാനമാണ് ഫസ്റ്റ് ടൈം ആയിട്ട് ഡീപ് സീ പോർട്ടിന് അനുവാദം കൊടുത്തിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Which state approves the first ഡീപ് സീ പോർട്ട്? ഓക്കെ, ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, ഇറ്റ് ഈസ് വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാളിലെ താജ്പൂരിലാണ് ഇത് വരുന്നത്. ഓക്കെ, താജ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് വരുന്നത്. ആൻഡ് വെസ്റ്റ് ബംഗാളിലെ CM ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള മമതാ ബാനർജി ആണ് ഇതിന് പറ്റിയൊരു അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നത്. 15,000 കോടി രൂപയാണ് ഇതിൻ്റെ നിർമ്മാണ ചെലവ് എന്ന് പറയുന്നത്. ഓൾസോ 25,000 ആൾക്കാർക്കാണ് ഇതുമൂലം ജോലി ലഭിക്കാനായിട്ട് പോകുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് വിൽ സ്റ്റിമുലേറ്റ് ദ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് മെഡിനിപൂർ. മെഡിനിപൂർ എന്ന് പറയുന്ന സ്ഥലത്തിലെ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് മെഡിനിപൂരിലുള്ള ബിസിനസ്സുകളെല്ലാം ഇതുമൂലം സ്റ്റിമുലേറ്റ് ആവും എന്നാണ് പറയുന്നത്. ആൻഡ് ഓൾസോ കരാഗ്പൂർ, എല്ലാവർക്കും അറിയാമായിരിക്കാം, വെൽ നോൺ പ്ലേസ് ഫോർ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ്. അയൺ ആൻഡ് സ്റ്റീലിൻ്റെ അവിടെയുള്ള കരാഗ്പൂരിലുള്ള അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസിൻ്റെ ബിസിനസ്സും ബൂസ്റ്റപ്പ് ആവും എന്നാണ് പറയുന്നത്. ബിക്കോസ് ദിസ് ഡീപ് സീ പോർട്ട് ഈസ് കമ്മിങ് ഓൺ ദ ഡോർ സ്റ്റെപ്പ് ഓഫ് ദിസ് കരാഗ്പൂർ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ്. ഓക്കെ, സോ ദിസ് താജ്പൂർ ഡീപ് സീ പോർട്ട് ഈസ് കമ്മിങ് അണ്ടർ വെസ്റ്റ് ബംഗാൾ മാരിടൈം ബോർഡ് ആൻഡ് വെസ്റ്റ് ബംഗാൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്. ഓക്കെ, സോ വെസ്റ്റ് ബംഗാളിലെ ക്യാപിറ്റൽ ഈസ് കൊൽക്കത്ത ആൻഡ് വെസ്റ്റ് ബംഗാളിലെ ചീഫ് മിനിസ്റ്റർ ഈസ് മമതാ ബാനർജി ആൻഡ് അവിടുത്തെ ഗവർണർ ഈസ് Jagdeep Dhankar. Okay, so let's move on to the next question. Who won the UN Investment Promotion Award 2020? ആരാണ് UN-ൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ അവാർഡ് നേടിയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 180 രാജ്യങ്ങളെ പിന്തള്ളിക്കൊണ്ട് ഇൻവെസ്റ്റ് ഇന്ത്യയാണ് ഇത്തരത്തിലൊരു അവാർഡ് കരസ്ഥമാക്കിയിരിക്കുന്നത്. ആൻഡ് UNCTAD, അതായത് UN കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള ജനീവയിൽ നടന്ന ചടങ്ങിലാണ് ഈ ഒരു അവാർഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആൻഡ് അവാർഡ് ദാന ചടങ്ങും നടന്നിട്ടുള്ളത്. ആൻഡ് ദിസ് ഈസ് ടു റെക്കഗ്നൈസ് ആൻഡ് സെലിബ്രേറ്റ് ദ ഔട്ട്സ്റ്റാൻഡിംഗ് അച്ചീവ്മെൻറ്റ്സ് ഓഫ് ദ വേൾഡ്സ് ബെസ്റ്റ് പ്രാക്ടീസ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ഏജൻസീസ്. ലോകമെമ്പാടുമുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ഏജൻസീസിൻ്റെ ബെസ്റ്റ് അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ് അച്ചീവ്മെൻറ്റ്സിനെ സെലിബ്രേറ്റ് ചെയ്യുന്നതിനും അതിനെ റെക്കഗ്നൈസ് ചെയ്ത് അവരെ ഉത്സാഹിപ്പിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ട്, അവരെ റെക്കഗ്നൈസ് ചെയ്ത് ഇതൊരു സെലിബ്രേഷൻ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു അവാർഡ് കൊടുക്കുന്നത്. ഓക്കെ, സോ ഇപ്രാവശ്യത്തെ മെഷറിംഗ് ഫാക്ടേഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IPA ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ഏജൻസീസിൻ്റെ കുറച്ച്, ഇപ്പം നമ്മളെല്ലാവരും പാൻഡമിക്കിലൂടെയാണ് കടന്നു പോകുന്നത്. സോ ഈ പാൻഡമിക്കിനെ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ആയിട്ട് എന്തൊക്കെ ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു കീ ഫാക്ടർ മെഷർമെൻറ്റിൽ വരുന്നത്. സോ ഇറ്റ് ഈസ് മെഷേർഡ് ബൈ IPA ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ഏജൻസീസ്. സോ ഈ കീ ഫാക്ടർ മെഷർമെൻറ്റിലൂടെയാണ് നമ്മൾ ഈ ഒരു അവാർഡ് അവർ കൊടുക്കുന്നത്. സോ അത് നേടിയിരിക്കുന്നത് ഇൻവെസ്റ്റ് ഇന്ത്യ ആണ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മധുകാർ ഗംഗാധർ പാസസ് അവേ റീസെൻ്റ്ലി ഹീസ് റിലേറ്റഡ് ടു വിച്ച് ഫീൽഡ്? ഏത് ഫീൽഡുമായിട്ടാണ് മധുകാർ ധൻകാർ, റീസെൻ്റ് ആയിട്ട് അദ്ദേഹം മരിച്ചു. സോ അദ്ദേഹം ഏത് ഫീൽഡിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹീ ഈസ് എ വെറ്ററൻ ഹിന്ദി റൈറ്റർ ആണ് അദ്ദേഹം. ആൻഡ് ഹീ ഈസ് ബോൺ ഇൻ ബീഹാറിലാണ് അദ്ദേഹം ജനിച്ചിരിക്കുന്നത്. ആൻഡ് 88ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരിക്കുന്നത്. ബീഹാറിലെ പൂർണിയ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിൽ 1932 അദ്ദേഹം ജനിച്ചത്. ആൻഡ് വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ഹിം? യെസ്, വർക്ക്ഡ് ഇൻ പാട്ന ആകാശവാണി, പാട്നയിലെ ആകാശവാണിയിലും അതുപോലെ തന്നെ പിന്നീട് ഹി വാസ് ദ ഡയറക്ടർ ഓഫ് ഓൾ ഇന്ത്യ റേഡിയോ അലഹാബാദിലെ ഓൾ ഇന്ത്യ റേഡിയോൻ്റെ ഡയറക്ടറുമായിരുന്നു. ആൻഡ് ഓൾസോ ഹി സെർവ്ഡ് ഓൾ ഇന്ത്യ റേഡിയോ ഫോർ 39 years, 39 വർഷം ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് വേണ്ടി ജോലി ചെയ്ത ആളാണ്. ആൻഡ് ഹീ വാസ് ഓൾസോ ലേറ്റർ, അതായത് ഓൾ ഇന്ത്യ റേഡിയോന്ന് വിരമിച്ചതിന് ശേഷം ഹീ സ്റ്റാർട്ടഡ് ഹിസ് കരിയർ ഇൻ റൈറ്റിംഗ്, ഇൻഡിപെൻഡൻറ്റ് റൈറ്ററായിട്ട് തുടർന്നു പോയി എന്നാണ് പറയുന്നത്. ആൻഡ് ഹീ വാസ് ഓൾസോ ദ കപ്പാസിറ്റി ഓഫ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ഓൾ ഇന്ത്യ റേഡിയോ ഇൻ ന്യൂഡൽഹി. ഓക്കെ, സോ അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള വെൽ നോൺ വർക്ക്സ് എന്ന് പറയുന്നത് മോട്ടിയോ വാല ഹാത്ത്, അതുപോലെ തന്നെ ഹിർന കി ആംഖേം എന്നാണ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
സെൻറ്റർ ലോഞ്ചസ് QRMP ഫോർ ഹും. ആർക്ക് വേണ്ടിയിട്ടാണ് QRMP എന്ന് പറയുന്ന ഒരു മിഷൻ ലോഞ്ച് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ക്വാർട്ടേർലി റിട്ടേൺ ഫയലിംഗ് ആൻഡ് മന്ത്ലി പേയ്മെൻറ്റ് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം വരുന്നത്. മന്ത്ലി പേയ്മെൻറ്റ് ഓഫ് ടാക്സസ്. ഇറ്റ് ഈസ് ഫോർ GST പേയേഴ്സ്. GST പേയേഴ്സിനാണ് ഈ ഒരു ഓഫർ വരുന്നത്. അതായത് ടാക്സ് പേയ്മെൻറ്റിൽ ഒന്നില്ലെങ്കിൽ മാസം മാസം അവർക്ക് അതായത് GST പേ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ 3 മാസം കൂടുമ്പം പേ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്യുന്നത് ബൾക്ക് എമൗണ്ട് ഓഫ് GST പേയേഴ്സിനാണ്. അതായത് വലിയ വലിയ കമ്പനീസിലുള്ള GST പേ ചെയ്യുമ്പം നമ്മൾ വർഷമാണ് GST പേ ചെയ്യുന്നത്. സോ ഈ ബൾക്ക് എമൗണ്ട് വർഷാവർഷം അടയ്ക്കുന്നതിന് പകരം അവർക്ക് മാസം അടയ്ക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ 3 മാസം കൂടുമ്പം നിങ്ങൾക്ക് കൊണ്ടുപോയി പേ ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഇറ്റ് ഈസ് കമ്മിങ് അണ്ടർ ദ സെൻറ്റർ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് taxes and customs. So the taxpayers can aggregate turnover. 5 കോടി രൂപയെ അഗ്രിഗേറ്റ് ടേൺ ഓവർ വരുന്ന ടാക്സ് പേയേഴ്സിനാണ് ഇത് ബെനിഫിറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ആൻഡ് ദ പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയർ ആൻഡ് ഹാവിംഗ് ഫൈൽഡ് ദെയർ ഒക്ടോബർ GST R38 will be returned by November 30, 2020. Okay, so are eligible for the scheme. ഇത്തരത്തിലുള്ള ആൾക്കാർക്കാണ് ഈ ഒരു സ്കീം എലിജിബിൾ. ഇത്തരത്തിൽ ഒരു സ്കീമിന് എലിജിബിൾ ആവുന്നത് ഇത്തരത്തിലുള്ള ആൾക്കാരാണ്. ആൻഡ് CBIC സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസ് പേയ്മെൻറ്റിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് അജിത് കുമാർ ആണ്. ആൻഡ് CBICയുടെ പേരൻറ്റ് മിനിസ്ട്രി എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who launched the second edition of Fit India Cyclothon? ആരാണ് സെക്കൻഡ് എഡിഷൻ ഓഫ് ഫിറ്റ് ഇന്ത്യ സൈക്ലത്തോൺ ലോഞ്ച് ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒബ്വിയസ്ലി നമ്മുടെ സ്പോർട്സ് മിനിസ്റ്റർ ആയിരിക്കും അല്ലേ? യെസ്, ഇറ്റ് ഈസ് കിരൺ റിജിജു. കിരൺ റിജിജു ആണ് ഇത് ലോഞ്ച് ചെയ്തത്. ആൻഡ് ഇറ്റ് ഈസ് എ മെഗാ സൈക്ലിംഗ് ഇവൻറ്റ്. 35 ലക്ഷം സൈക്ലേഴ്സ് ആണ് ഇതിൽ പങ്കെടുക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ 25 day long ഇവൻറ്റ്. ഓക്കെ, 25 ദിവസം നീളുന്ന ഇവൻ്റ് ആണ്. ആൻഡ് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം 7th ഡിസംബർ മുതൽ 31st ഡിസംബർ വരെയാണ് ഇത് നടക്കുന്നത്. ഓക്കെ, 7th ഡിസംബർ മുതൽ 31st ഡിസംബർ വരെ. Okay, fine. And this is to promote people to involve in the outdoor activities and to start a cycling culture across the country. Okay, so ഇതിൻ്റെ ഫസ്റ്റ് എഡിഷൻ, ഇത് സെക്കൻഡ് എഡിഷൻ ആണെന്ന് പറഞ്ഞു. സോ ഫസ്റ്റ് എഡിഷൻ വരുന്നത് ജനുവരിയിലായിരുന്നു. ജനുവരിയിൽ കഴിഞ്ഞു പോയി. ആൻഡ് ഇറ്റ് വാസ് കണ്ടക്റ്റഡ് ഇൻ പനാജി, ഗോവ. ഓക്കെ, ഗോവയിലെ പനാജിയിലായിരുന്നു ഫസ്റ്റ് എഡിഷൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. യെസ്, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഹോസ്റ്റ് കൺട്രി ഫോർ 2021 വേൾഡ് ഇക്കണോമിക് ഫോറം. ഏത് രാജ്യമാണ് വേൾഡ് ഇക്കണോമിക് ഫോറത്തിൻ്റെ ഹോസ്റ്റ് കൺട്രി 2021 ഹോസ്റ്റ് കൺട്രി ആവുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വർഷങ്ങളായിട്ട് സ്വിറ്റ്സർലാൻഡിലാണ് നടത്തി വരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ദ ട്രഡീഷണൽ ഹോം. സ്വിറ്റ്സർലാൻഡ് ഈസ് നോൺ ആസ് ദ ട്രഡീഷണൽ ഹോം ഓഫ് വേൾഡ് ഇക്കണോമിക് ഫോറം. ആൻഡ് ഈ വർഷം ഇവിടെ റേസിംഗ് നമ്പർ ഓഫ് കൊറോണ വൈറസ് ഇൻഫെക്ഷൻ റിപ്പോർട്ട് ചെയ്തത് കൊണ്ടാണ്, റീസെൻ്റായിട്ട് ഒത്തിരി കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് റീസെൻ്റായിട്ട് അത്രയും കേസുകൾ റിപ്പോർട്ട് ചെയ്യാത്ത സിംഗപ്പൂരിനെ ഹോസ്റ്റ് കൺട്രി ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ആൻഡ് സിംഗപ്പൂർ ഈസ് നോൺ ആസ് ഏഷ്യാസ് ഫിനാൻഷ്യൽ ഹബ്. ആൻഡ് ഇത് വേൾഡ് വൈഡിലുള്ള ലീഡേഴ്സ് ഓഫ് ഗവൺമെൻറ്, ഫിനാൻസ് ആൻഡ് എക്കണോമിക് ഫീൽഡിലുള്ള ലീഡേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ഹൈ പ്രൊഫൈൽ ഗ്യാതറിംഗ് ആണ്. സോ അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ഇവൻ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഇത് May 13 മുതൽ 16 വരെയാണ് ഇത് നടത്തുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ത്രൂ വെർച്വൽ മീറ്റിംഗ്. ആൻഡ് 2021 സ്വിറ്റ്സർലാൻഡിൽ തന്നെയാണ് ഇത് നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. സ്വിറ്റ്സർലാൻഡിലെ ഡാവോസ് ക്ലോസ്റ്ററിലാണ് ഇത് നടത്തുന്നത്. ഓക്കെ, ഡാവോസ് ക്ലോസ്റ്റേഴ്സിലാണ് ഇത് നടത്തുന്നത്. ആൻഡ് വേൾഡ് ഇക്കണോമിക് ഫോറത്തിൻ്റെ ഫൗണ്ടർ ആൻഡ് എക്സിക്യൂട്ടീവ് ചെയർ എന്ന് പറയുന്നത് ക്ലൗസ് സ്ക്വാബ് ആണ്. ആൻഡ് സിംഗപ്പൂരിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് സിംഗപ്പൂർ സിറ്റി ആണ്. ആൻഡ് സിംഗപ്പൂരിൻ്റെ പ്രസിഡൻറ്റ് ഈസ് ഹാലിമ യാക്കോബ്. ആൻഡ് അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ഈസ് ലീ സിയൻ ലൂങ് ആണ്. ആൻഡ് അവിടുത്തെ കറൻസി ഈസ് സിംഗപ്പൂർ ഡോളർ. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെൻ വാസ് സാർക്ക് ചാർട്ടർ ഡേ? എന്നാണ് സാർക്ക് ചാർട്ടർ ഡേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, ഇറ്റ് ഈസ് ഓൺ December 8. ആൻഡ് ഇറ്റ് ഈസ് ദ 36th സാർക്ക് ചാർട്ടർ ഡേ. ആൻഡ് സാർക്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഈസ് ഇൻ കാഠ്മണ്ഡു, നേപ്പാളിലാണ്. ആൻഡ്
Prime Minister Narendra Modi പറഞ്ഞിട്ടുണ്ട് the full potential of the SAARC can only be realized in an atmosphere free of terrorism and violence. വയലൻസും ടെററിസവും ത്തിൽ നിന്നും മുക്തമായാൽ മാത്രമേ സാർക്കിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ, അല്ലെങ്കിൽ റിയലൈസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2016 പാകിസ്ഥാൻ്റെ ഉറി അറ്റാക്കിന് ശേഷം റീസെൻ്റായിട്ട് മാർച്ചിലൊരു വെർച്വൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഇതുവരെയായിട്ടും ഒരു തരത്തിലുള്ള മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ദിസ് ഈസ് 36th മീറ്റിംഗ് ആൻഡ് സാർക്ക് ചാർട്ടർ വാസ് സൈൻഡ് ഇൻ 1985. 1985 സാർക്ക് ചാർട്ടർ സൈൻ ചെയ്യുന്നത്. സോ അതിനെ കോമമറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സാർക്ക് ചാർട്ടർ ഡേ നമ്മൾ ഒബ്സർവ് ചെയ്തു വരുന്നത്. ആൻഡ് സാർക്ക് നേഷൻസ് ആർ അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, മാൽഡീവ്സ്, നേപ്പാൾ, പാകിസ്ഥാൻ ആൻഡ് ശ്രീലങ്ക. ഇതിൻ്റെ ഫസ്റ്റ് മീറ്റിംഗ് നടന്നത് ധാക്കയിലായിരുന്നു. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. RBI cancels license of which bank? ഏത് ബാങ്കിൻ്റെ ലൈസൻസ് ആണ് റീസെൻ്റ് ആയിട്ട് RBI ക്യാൻസൽ ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മഹാരാഷ്ട്ര ബേസ്ഡ് ആയിട്ടുള്ള കരട് ജനത സഹകാരി ബാങ്കിൻ്റെ ലൈസൻസ് ആണ് റീസെൻ്റ് ആയിട്ട് റദ്ദ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡിസംബർ 7 മുതൽ തന്നെ ഇതിൻ്റെ ഒരു അഡിക്വസി, അതായത് ക്യാപിറ്റലും അതുപോലെ തന്നെ അഡിക്വേറ്റ് ക്യാപിറ്റലും ഏർണിംഗ് പ്രോസ്പെക്ട്സും ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഇത്തരത്തിലൊരു ക്യാൻസലേഷൻ നടന്നിരിക്കുന്നത്. ആൻഡ് ഡെപ്പോസിറ്റേഴ്സ് വിൽ ബി റീപെയ്ഡ്. അവിടുത്തെ ഡെപ്പോസിറ്റേഴ്സ് 99% ഓഫ് ഡെപ്പോസിറ്റേഴ്സ് വിൽ ബി റീപെയ്ഡ് ത്രൂ ഡെപ്പോസിറ്റ്സ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ. അതായത് DICGCയുടെ കീഴിൽ ഈ ഡെപ്പോസിറ്റേഴ്സിനെല്ലാം തിരിച്ച് റീഫണ്ട് ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ആസ് പെർ ദ യൂഷ്വൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. ആൻഡ് ഓൾസോ RBIയുടെ ഗവർണർ എന്ന് പറയുന്നത് ശക്തികാന്ത ദാസ് ആണ്. ആൻഡ് RBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഈസ് ഇൻ മുംബൈ. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബ്രേക്കിംഗ് വിൽ ബി ആൻ ഒളിമ്പിക് സ്പോർട്സ് ഫ്രം. ബ്രേക്കിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രേക്ക് ഡാൻസ് ആണ്. സോ ഈ ബ്രേക്ക് ഡാൻസ് ഒളിമ്പിക് ഇവൻ്റ് ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്. സോ അത് ഏത് വർഷത്തെ ഒളിമ്പിക്സ് മുതലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, 2024 ടോക്കിയോ പാരീസ് ഒളിമ്പിക്സിലാണ്. ഓക്കെ, പാരീസ് ഒളിമ്പിക്സിലാണ് ബ്രേക്കിംഗ് ഒരു ഇവൻ്റ് ആയിട്ട് കൊണ്ടുവരുന്നത്. ഓക്കെ, സോ ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയാണ് ഇത് അറിയിച്ചിട്ടുള്ളത്. ICC ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി IOC ആണ് ഇത് അറിയിച്ചിട്ടുള്ളത്. ആൻഡ് ഓൾസോ 4 ന്യൂ സ്പോർട്സ്, അതായത് ബ്രേക്കിങ്ങിൻ്റെ കൂടെ 3 എക്സ്ട്രാ സ്പോർട്ട്, മൊത്തം 4 പുതിയ ഇവൻറ്റുകളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അത് സർഫിംഗ്, ക്ലൈംബിംഗ് ആൻഡ് സ്കേറ്റ് ബോർഡിംഗ് ആണ്. ആൻഡ് ഓൾസോ ബ്രേക്കിംഗ്. മൊത്തം 4 പുതിയ ഇവൻറ്റുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ആൻഡ് ടോക്കിയോ 2020 ഒളിമ്പിക്സിൽ ഈ സർഫിങ്ങും ക്ലൈംബിങ്ങും സ്കേറ്റ് ബോർഡിങ്ങും വരും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ആൻഡ് പാരീസ് ഗെയിംസ് ഓർഗനൈസേഴ്സ് ആണ് ഇത്തരത്തിൽ ബ്രേക്കിംഗ് ഒരു ഒളിമ്പിക് ഇവൻ്റായിട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റിക്വസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതിൻ്റെ ഭാഗമായിട്ടാണ്, എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ ജനറേഷൻ, അതായത് ന്യൂ ജനറേഷനെ അതുപോലെ തന്നെ യങ്ങർ ഓഡിയൻസിനെ അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു റെക്കമെൻഡേഷൻ കൊണ്ടുവന്നത്. ആൻഡ് അതിൻ്റെ ഭാഗമായിട്ടാണ് ബ്രേക്കിംഗ് ഒരു ഒളിമ്പിക് ഇവൻ്റായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് ദ റിഫോംസ് ഓഫ് ദി ഒളിമ്പിക് അജണ്ട 2020 ഒളിമ്പിക് അജണ്ടേൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പുതിയ ഇന്നോവേഷൻസ് ഒക്കെ ഇതിൽ കൊണ്ടുവരുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെൻ ഈസ് ഹ്യൂമൻ റൈറ്റ്സ് ഡേ ഒബ്സർവ്ഡ്? എന്നാണ് ഹ്യൂമൻ റൈറ്റ്സ് ഡേ ഒബ്സർവ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1948 ഡിസംബർ 10 ഐക്യരാഷ്ട്ര സംഘടന ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ ഒരു പ്രമേയം പാസ്സാക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൺ ഡിസംബർ 10th. സോ അതിനെ കൊമമറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഡിസംബർ 10th ഹ്യൂമൻ റൈറ്റ്സ് ഡേ ഒബ്സർവ് ചെയ്യുന്നത്. യെസ്, വി ആർ ഗോയിങ് ത്രൂ എ പാൻഡമിക് പീരീഡ്. സോ അതുകൊണ്ട് തന്നെ അതിന് പറ്റിയൊരു തീമുമായിട്ടാണ് UN വന്നിരിക്കുന്നത്. റിക്കവർ ബെറ്റർ, സ്റ്റാൻഡ് അപ്പ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് എന്നാണ് ഇപ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത്. ഈ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഈ പ്രമേയം, അതായത് UDHR യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു പ്രമേയം 500 ലാംഗ്വേജസിലേക്കാണ് തർജ്ജമ ചെയ്തിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ തവണ തർജ്ജമ ചെയ്തിട്ടുള്ള പ്രമേയം എന്നൊരു ബഹുമതി കൂടി ഈ UDHRന് ഉണ്ട്. ഓക്കെ, യെസ്, ഇറ്റ്സ് ടൈം ഫോർ ബോണസ് അഫെയർസ്. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ സ്മരണയ്ക്കായി പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് ഏർപ്പെടുത്തിയ 2020 മാധ്യമ അവാർഡുകൾ പ്രഖ്യാപിച്ചു. അതിൽ അച്ചടി മാധ്യമ വകുപ്പിൽ മാധ്യമം ആഴ്ചപ്പതിപ്പിൽ 2020 ജൂൺ 22, 28 തീയതികളിലെ ലക്കങ്ങളിൽ പ്രസിദ്ധീകരിച്ച ദളിത്
കോളനികൾ 100 വർഷത്തിൻ്റെ ചരിത്രവും വർത്തമാനവും RK ബിജുരാജിൻ്റെ ലേഖനത്തിനാണ് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ആൻഡ് ദൃശ്യമാധ്യമ വിഭാഗത്തിൽ മാതൃഭൂമി ചാനലിൽ 2020 ഫെബ്രുവരി 29 സംപ്രേഷണം ചെയ്ത അട്ടപ്പാടിയിലെ ശിശുരോധനം G പ്രസാദ് കുമാറിൻ്റെ റിപ്പോർട്ടിനാണ് പുരസ്കാരം. അതുപോലെ തന്നെ ശ്രവ്യമാധ്യമ വിഭാഗത്തിൽ 2020 മാർച്ച് 16-18 തീയതികളിൽ കമ്മ്യൂണിറ്റി റേഡിയോ മാറ്റുലി 90.4 FM റേഡിയോയിലൂടെ പ്രക്ഷേപണം ചെയ്ത അമൃത കെയുടെ കുരങ്ങ് പനി, പക്ഷിപ്പനി എന്നിവയെക്കുറിച്ച് ഗോത്രഭാഷയിൽ തയ്യാറാക്കി പ്രക്ഷേപണം ചെയ്ത റിപ്പോർട്ടിനാണ് പുരസ്കാരം. സോ ദ നെക്സ്റ്റ് വൺ ഈസ് 2020 പാലാ നാരായണൻ നായർ പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്ക്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സും ബോണസ് അഫയേഴ്സും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ. ആൻഡ് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. സോ താങ്ക് യു.